ഇന്ന് ഗുഡ് മോർണിംഗ് എല്ലാവർക്കും രത്നരാജ് ബ്ലോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ ഗോതമ്പ് ദോശയാണ് ഉണ്ടാക്കുന്നത് കേട്ടോ. ഗോതമ്പ് ദോശ ഉണ്ടാക്കാൻ പറ്റും. പിന്നെ ചോറ് ഞാൻ വെറുതെ ഗ്യാസിൽ തന്നെ വെച്ചേക്കാണ്. പുറത്തേക്കൊന്നും വെച്ചിട്ടില്ല. നന്നായിട്ട് തിളച്ച് കഴിഞ്ഞിട്ട് കണ്ടോ, കത്തിച്ചിട്ടൊന്നുമില്ല കേട്ടോ. ഇത് അവിടെ ഇരുന്ന് വെന്തോളും. നിങ്ങൾ വെറുതെ ജാക്സൻ്റെയും അതിനൊന്നും കാശ് കൊടുക്കേണ്ട കാര്യമില്ല. അവിടെ നമ്മൾ നല്ലോണം തിളപ്പിച്ച് കഴിഞ്ഞിട്ട് ഇതിങ്ങനെ മൂടിയാൽ മതി. എൻ്റെ ഇതിന് മുമ്പൊക്കെ കാണിച്ചു തന്നത് കണ്ടോ. ചോറ് നന്നായി വെന്ത് വരും, യാതൊരു പ്രശ്നമില്ല. ചോറ് വെന്ത് വരുന്നുണ്ട്. ആവി പോകണ്ടെന്ന് എഴുതിയിട്ടോ ഞാൻ പെട്ടെന്ന് അടച്ചത്. ഇങ്ങനെ അടച്ചു വെച്ചാൽ മതി. പിന്നെ ഇത് ദോശയുണ്ട്, ചായക്കുള്ള വെള്ളം വെച്ചിട്ടുണ്ട്. പിന്നെ ഇതാണ് ഞാൻ പറഞ്ഞുതരാൻ പോണേ. ഞാൻ ചക്കയുടെ കാര്യം പറഞ്ഞിരുന്നു. ചക്ക ഒരു 2 മിനിറ്റ് നമ്മൾ നന്നായിട്ട് തിളപ്പിച്ചെടുക്കുക. അപ്പം തന്നെ നമ്മളൊരു കൊട്ടയിലേക്ക് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു അരിപ്പയിലേക്ക് ഊറ്റിയെടുത്ത് കഴിഞ്ഞിട്ട് ഇനി ഇത് നന്നായിട്ട് എയർ ടൈറ്റായിട്ട് കെട്ടി ഏതെങ്കിലും കവറിൽ വെച്ചിട്ട് ഓരോ ദിവസം എടുക്കാനുള്ളത് ഓരോ കവറിൽ വയ്ക്കാം. അങ്ങനെ വെച്ചിട്ട് ഉണ്ടെങ്കിൽ എന്നിട്ട് ഫ്രീസറിൽ വെക്കാം. എത്ര കാലം വേണമെങ്കിലും ഇരിക്കും കേട്ടോ, ഒരു കുഴപ്പമില്ല, ഞാൻ ഗ്യാരണ്ടി. പിന്നെ ഇതായി ഇന്നിപ്പോൾ ഇത്തിരി ചെമ്മീൻ വാങ്ങിച്ചിട്ടുണ്ട്. ചെമ്മീൻ ഞാൻ തിളച്ച വെള്ളം ഒഴിച്ച് വെച്ചിരിക്കുക. വെട്ടി തിളയ്ക്കുന്ന വെള്ളമാണ് ഞാൻ ഇതിൽ ഒഴിച്ച് വെച്ചേക്കുന്നത് കേട്ടോ. അപ്പോൾ അത് ഈ കളറായി. അപ്പോൾ എല്ലാവരും ചോദിക്കുന്നത് വെന്ത് പോവില്ലെന്ന്. വെന്ത് വേവിക്കാനുള്ള സംഭവമാണല്ലോ അത്. അപ്പോൾ വെന്തുകൊണ്ട് ഒരു കുഴപ്പമില്ല, ടേസ്റ്റൊന്നും ഒരു വ്യത്യാസവും വരില്ല. പെട്ടെന്ന് നമുക്കിത് കിള്ളിയെടുക്കാൻ പറ്റും. അപ്പോൾ അതാണ്. പിന്നെ ദോശയ്ക്ക് എന്താ ഉള്ളിച്ചമ്മന്തിയാണ്. അതിനകത്ത് മുളക് പൊടി ഇട്ടിട്ടുണ്ട്, ഉപ്പ് ഇട്ടിട്ടുണ്ട്, വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്, ഉള്ളി ഇട്ട് കഴിക്കാൻ നേരത്തെ അതൊന്ന് മിക്സ് ചെയ്യും, അത്രേ ഉള്ളൂ. ഇതിൽ ഞാൻ പരിപ്പ് പുളിങ്കറി വെക്കാൻ വേണ്ടിയിട്ട് ഞാനിത് വേവിച്ച് വെച്ചിരിക്കുക കേട്ടോ. ഇതൊക്കെയാണ് ഇന്നത്തെ എൻ്റെ മോർണിംഗ് വൈബ്. ഇത് ഞാൻ വെളിച്ചെണ്ണയാണ് എടുത്തത് കേട്ടോ. ഗോതമ്പ് ദോശ ആയതുകൊണ്ട് ഞാൻ വെളിച്ചെണ്ണയാണ് ഒഴിക്കുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള വെളിച്ചെണ്ണ പിന്നെ എന്ത് വേണമെങ്കിലും ഒഴിക്കാം കേട്ടോ. എണ്ണയോ നെയ്യോ എല്ലാം ഒഴിക്കാം. അതായത് നന്നായിട്ട് തണുക്കും. ഞാൻ പറഞ്ഞില്ലേ, നല്ലോണം തിളച്ച വെള്ളത്തിലിട്ട് വെച്ചതാണ്. നന്നായിട്ട് തണുക്കുമ്പോൾ നമ്മളിത് ഇങ്ങനെ ഒരു കവറിൽ, നല്ല വൃത്തിയുള്ള കവർ, ഇത് ഞാൻ പാലിൻ്റെ കവറാണ്. പാലിൻ്റെ അല്ലെങ്കിൽ ഇത് പാലിൻ്റെ കവറാട്ടോ. അതിലേക്ക് നമുക്ക് ആവശ്യമുള്ളത് ഓരോ ദിവസത്തേക്ക് ആവശ്യമുള്ള എത്രയാണെന്ന് അറിയാമല്ലോ, അതനുസരിച്ചിട്ടാണ് ആക്കേണ്ടത്. വെള്ളം മുഴുവനും പോയി ഇതിൽ കണ്ടോ, ഒന്നുമില്ല. ഇത് ഒരു ദിവസത്തേക്കാണ് ഞാൻ ആക്കേണ്ടത്. 2 ദിവസത്തേക്ക് ഉണ്ടാവും എനിക്ക്. ഇപ്പോൾ ആവശ്യമുള്ളത് നമുക്ക് ഇതിലാക്കുക. ആക്കി കഴിഞ്ഞിട്ട് നന്നായിട്ട് നമ്മളിത് ഒരുപാട് അമർത്തരുത് കേട്ടോ. ഇതിന് കേടുവരരുത്, പക്ഷേ ടൈറ്റായിരിക്കണം. ഇങ്ങനെ ഫസ്റ്റ് ഇങ്ങനെ അമർത്തി, പിന്നെ ഒന്നും കൂടി അമർത്തി, ഒന്നും കൂടി സീല് വെച്ച മാതിരി തന്നെ ആക്കിയിട്ട് നമ്മൾ റബ്ബർ ബാൻഡ് ഇട്ടാൽ മതി. റബ്ബർ ബാൻഡ് ഇട്ട് നമ്മൾ നന്നായിട്ട് ടൈറ്റായിട്ട് ഇടാം. ഇങ്ങനെ വെച്ചാൽ മതി. ഇത് എത്ര ദിവസം വേണമെങ്കിലും ഇരിക്കും. ബാക്കിയുള്ളത് മുഴുവൻ ഞാനിത് വേറൊരു ദിവസത്തേക്ക് ഇത്തിരി വലിയ കവറാണ്. വേറെ കവർ കിട്ടിയില്ല, അതുകൊണ്ടാട്ടോ. ഈ ഫ്ലിപ്കാർട്ടിലെ കവറാണ്. ഇങ്ങനെ വീട്ടിൽ അതിൽ ഒന്ന് പിടിക്കുക. ആ ഭാഗം നമുക്ക് പരിപ്പിട്ട് എരിശ്ശേരി വയ്ക്കാം, പിന്നെ തോരൻ വയ്ക്കാം. ചക്കക്കുരു ഇട്ടിട്ട് വെറുതെ തേങ്ങയും ഉള്ളിയും പച്ചമുളകും ഒക്കെ ചതച്ചെടുത്തിട്ട് വെളുത്തുള്ളിയും വേണമെങ്കിൽ ചേർക്കാം. ചതച്ചെടുത്തിട്ട് കടുവറുത്തിട്ട് തോരൻ വയ്ക്കാൻ എന്ത് വേണമെങ്കിൽ ചെയ്യാം. പഴവരങ്ങ. അപ്പോൾ ഇത് ഞാനിതിലിങ്ങനെ ആക്കിയിട്ടുണ്ട്. ഇത്തിരി വലിയ കവറാണ്, അത് സാരില്ല. ഇതൊന്ന് ഇരിക്കട്ടെ നിൽക്കാം.
എയർ ഉണ്ടെങ്കിൽ ഞങ്ങൾ നന്നായിട്ട് അമർത്തിയിട്ട് കളയുക. വലിയ കവറാകുമ്പോൾ അതിൽ പെട്ടെന്ന് എയർ ഉണ്ടായിരുന്നില്ല, അതുകൊണ്ട് എനിക്കത് മര്യാദയ്ക്ക് കെട്ടാൻ പറ്റും. ഇനി ഞാനിതാ ഇവിടെ ഒരു വള്ളിയുണ്ട് വീട്ടിൽ കിട്ടി എനിക്ക്. അപ്പോൾ ഇതുകൊണ്ട് തന്നെ ഞാനൊന്ന് ഇങ്ങനെ കെട്ടാൻ പോവാണേ. നന്നായിട്ട് ഇങ്ങനെ കെട്ടാം, ഇങ്ങനെ കെട്ടാം. കണ്ടോ, കെട്ടി എല്ലാം കൂടി ഒന്ന് കെട്ടി വെച്ചാൽ നമുക്കിനി എത്ര ദിവസം കഴിഞ്ഞിട്ട് അതേമാതിരി ചക്കയും ചെയ്യാം കേട്ടോ. ചക്ക ചെയ്തിട്ടാണ് നമ്മൾ ചക്കയിൽ എൻ്റെ അനിയത്തിയാണ് ഇത് കാണിച്ചു തന്നത്. ഞാൻ എയർ ടൈറ്റുള്ള ബോക്സിലാണ് ആക്കി വെച്ചത്, പക്ഷേ ബോക്സിലാക്കി വെച്ചിട്ട് എനിക്കത് ചീഞ്ഞു പോയി. അതുകൊണ്ടാണ് ഇപ്പം ഇങ്ങനെ ചെയ്തത്. ഹലോ യാഷിട്ടാ, ഇനി ഞാനിത് ഫ്രീസറിൽ വെച്ചിട്ട് കാണിച്ചു തരാം കേട്ടോ. ഫ്രീസറിൽ നമ്മൾ ഇതാ അറ്റത്തേക്ക് അങ്ങോട്ട് വെച്ചു. ഞാൻ അറ്റത്തിരിക്കുന്നോട്ടെ, അല്ല അത് ആദ്യം എടുക്കാനുള്ളതാണ്. ഇതങ്ങോട്ട് പൊക്കോട്ടെ, ഇത് അറ്റത്ത് പൊക്കോട്ടെ. ഇത് ഇന്നും നാളെയൊന്നും എടുക്കാനുള്ളതല്ല. ഇത് ചിലപ്പോൾ ഞാൻ നാളെ എടുക്കും, നാളെയോ മറ്റന്നാളോ എന്ന് വേണമെങ്കിലും എടുക്കാം നമുക്ക് കേട്ടോ. ഇത് തേങ്ങ വെക്കണതാണ്. തേങ്ങ അതിൽ സ്റ്റോർ ചെയ്ത് വെക്കും. ഇത് മസാല, പിന്നെ അപ്പുറത്ത് ഉള്ളിയും മുളകും ഒക്കെ കൂടി മീനിന് വേണ്ടി ഇതിപ്പോൾ എടുക്കാം. ഇത് മീനിന് വേണ്ടി ഇത്തിരി ഉണ്ടാക്കിയപ്പോൾ ഇത്തിരി ബാക്കി വന്നത് എടുത്തു വെച്ചത്. അത് തുറക്കാൻ പറ്റണില്ല, അത് ഞാൻ കാണിക്കാമെന്ന് എഴുതിയത്. അപ്പോൾ അതാ ഇതിലെന്താണ്, ഇതിൽ ചക്കയാണ്. എന്താണെന്ന് ഇത് ബട്ടർ കൊണ്ടുവന്നിട്ട് വെച്ചതാണ്. ഇന്നലെ ഗ്രാൻഡ് ഫ്രഷ് ബട്ടർ കൊണ്ടുവന്നിട്ട് വെച്ചതാണ്. ഇതിന്ന് ഉരുക്കിയെടുക്കണം. 200 ഗ്രാമിന് ഉണ്ട്. ഇത് ഞാൻ നെയ്യാക്കാൻ വേണ്ടിയിട്ട് കൊണ്ടുവന്നു കേട്ടോ. പിന്നെ പിസ്സയ്ക്കൊക്കെ ഉപയോഗിക്കാം നമുക്കിത്. കുറച്ചെടുത്ത് വയ്ക്കണം. അതാ ഞങ്ങൾ ദോശ എന്ന് പറഞ്ഞാൽ ഗോതമ്പ് ദോശയാണ്. ഒരു ദോശ അവനുള്ളതാട്ടോ, യാഷിന്. ഉള്ളിച്ചമ്മന്തി അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. ഉള്ളിയും മുളകും ഇത്തിരി വെളിച്ചെണ്ണ ഒഴിച്ചു. വേണമെങ്കിൽ ഇത്തിരി മല്ലിപ്പൊടിയും കൂടി ഇട്ടാൽ വേറൊരു ടേസ്റ്റ് വരും. വേണമെങ്കിൽ മതി. ഞാനിപ്പോൾ മുളക് പൊടിയും ഉള്ളിയും വെളിച്ചെണ്ണയും മാത്രമേ ഉള്ളൂ, ഉപ്പും. പിന്നെ ഇതാ ഞാനിപ്പോൾ ദോശ ഞാനൊരു കഷ്ണം എടുത്തിട്ട് ഞാൻ കഴിക്കട്ടെ കേട്ടോ. ചായ ഒഴിച്ച് വെച്ചിട്ടുണ്ട്. ചായ അങ്ങോട്ട് കുടിച്ചാലുണ്ടല്ലോ അടിപൊളി ചായയാണ്. ഞാൻ ഹോട്ടലിൽ ഉണ്ടാക്കണ മാതിരി അങ്ങോട്ട് പതച്ച് ഉണ്ടാക്കിയതാണ്. അപ്പം അതൊക്കെ പോയി തുടങ്ങി. അടിപൊളി ടേസ്റ്റ് കേട്ടോ ഈ ചായക്ക്. നിങ്ങൾ കുടിച്ചിട്ടുണ്ടെങ്കിൽ ഒന്ന് നോക്കിയിട്ടുണ്ടെങ്കിൽ എന്താ പറയാമെന്ന് എനിക്കറിയില്ല. ഒന്നിനും കൊള്ളില്ല എന്നായിരിക്കും പറയാം അല്ലേ? അല്ല, അടിപൊളിയാണേ. പിന്നെ അതാ ഞാനിത് ദോശ എടുത്തു. ഉള്ളിച്ചമ്മന്തിയിലൊന്ന് അങ്ങോട്ട് മുക്കുക, ഇങ്ങനെ അങ്ങോട്ട് എടുക്കുക. എന്നിട്ട് ഇതങ്ങോട്ട് കഴിക്കുക. എന്താ ഒരു ടേസ്റ്റ്! ആഹാ, അടിപൊളി. എരിഞ്ഞിട്ട് വയ്യ കേട്ടോ. താങ്ക്സ് ഫോർ വാച്ചിങ്.